ഓതണ്ടതപ്പോഴാണെന്നറിയുവോ വാപ്പാ? ഓതണ്ടതപ്പോഴാണെന്നറിയുവോ പെങ്ങളെ? മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലുള്ള സമയമുണ്ടല്ലോ, അല്ലാഹുവേ ഏറ്റവും പുണ്യമായ സമയമുണ്ടല്ലോ, ദുആഇക്ക് ഇജാബത്തുള്ള സമയമുണ്ടല്ലോ, പഠിച്ചാ മനസ്സിലാകുന്ന സമയമുണ്ടല്ലോ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ആ സമയത്താണ് മണ്ണറ മണിയറയാക്കാറുള്ള സൂറത്ത് ഓതേണ്ടതെന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ആ സമയത്താണ് എന്റെ ഉമ്മയിരുന്ന് കരയുന്നത്, എന്റെ പെങ്ങളിരുന്ന് കരയുന്നത്. മരണത്തെ കുറിച്ചോർത്തല്ല, ഖബറിനെ കുറിച്ചോർത്തല്ല, മാരക രോഗങ്ങളെ കുറിച്ചോർത്തല്ല, മഹ്ശറയെ കുറിച്ചല്ല, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചല്ല, അല്ലാഹുവിന്റെ വിചാരണയെ കുറിച്ചോർത്തല്ല. പിന്നെ മുടിയെല്ലാം നരച്ചുപോയ ഒരുപാട് രോഗങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്ന, അതാ മരണത്തിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, പടച്ചവരെ കണ്ണിലൂടെ കണ്ടിറങ്ങുന്നതാ നിറഞ്ഞൊഴുകുകയാണ്. എപ്പോഴെന്നറിയുവോ? എന്ത് കണ്ടിട്ടെന്നറിയോ? സീരിയല് കണ്ടിട്ട് എന്റെ ഉമ്മമാരിരുന്ന് കരയുന്ന സമയമോ? അല്ലാ, എങ്ങനെ കഴിയുന്ന ഉമ്മ? പണത്തിന് വേണ്ടി കരയുന്നവര് പെണ്ണിന്റെ കണ്ണുനീര് കണ്ടിട്ട് എന്റെ ഉമ്മമാരിരുന്ന് കരയുമ്പോ, എന്റെ ഉമ്മമാരെ ഇവരൊക്കെ ഇത് കണ്ടിട്ട് കരയുന്ന പെങ്ങന്മാരോട് ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരുന്നു, ഒരുപാട് മഹദിമാരുണ്ടായിരുന്നു. അവര് സീരിയൽ കണ്ടിട്ട് കരഞ്ഞവരല്ലോ, അവര് സിനിമ കണ്ടിട്ട് കരഞ്ഞവരല്ല, അവര് നോവല് വായിച്ചിട്ട് കരഞ്ഞവരല്ല. അവര് കരഞ്ഞതെന്തിനെന്നറിയുവോ? മഹദി നഫീസത്തുൽ ബസരിയ, നഫീസത്തുൽ ബസരിയ റളിയല്ലാഹു തആല അൻഹ പടച്ചവരെ സ്വന്തം കൈകൊണ്ട് കബർ കൊടിച്ചിട്ട്, സ്വന്തം കൈകൊണ്ട് കബർ കൊടിച്ചു. ആ കബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് 4000 പ്രാവശ്യം ഖത്തമോദിയവളാണ് ഒരു ഫീസ. സ്വന്തം കൈകൊണ്ട് കബർ കൊടിച്ച് കബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് 4000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയ മഹദിയാണ് നഫീസത്തുൽ ബസരിയ. ആ നഫീസത്തുൽ ബസരിയ റളിയല്ലാഹു തആല അൻഹ ആ കബറിന്റെ അകത്തിരുന്നു കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയത് ഒരായത്താ. ആയത്ത് ഓതിക്കഴിഞ്ഞ നഫീസ ബോധം കെട്ട് വീഴുമായിരുന്നു. കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കാരണം കബർ പോലും നനഞ്ഞുപോയി പെങ്ങള്, കബറിലെ മണ്ണ് പോലും നനഞ്ഞുപോയി പെങ്ങള്. ഏതായത്തെന്നറിയുവോ? ഇന്നലെ ദൈനാ അനുകാലം വജഹീമാ. ോദിക്കഴിഞ്ഞ് ബോധം കെട്ട് വീടുമായിരുന്നു. വായിച്ചു നോക്കണം പെങ്ങള്. അതുപോലെ മഹദിയായ മൈമൂനത്തുൽ മിസ്രിയ. ആരാണ് മൈമൂന? ആരോ? അല്ലാഹുവേ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ മൈമൂന. നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചകറച്ചികളുള്ള നിന്നെക്കാളും സുന്ദരിയായ മൈമൂനത്തുൽ മിസ്രിയ എന്ന് പറയുന്ന പെങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, തന്നെ കാണാമെന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. പഠിക്കണം പൊന്നുമോള്. അവരെയാണ് നിന്റെ ഹൃദയത്തിന്റെ അകത്തെ രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കേണ്ടത്. അവരെയാണ് നീ മോഡലാക്കേണ്ടത്. മൈമൂനത്തുൽ മിസ്രിയാനെ കാണാമെന്ന റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് തന്റെ പെണ്ണ് കാണാമെന്നവനാണ്. ആ ചെറുപ്പക്കാരനോട് പറയുന്ന റബിയ, എനിക്കൊരാഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ? എനിക്കൊരു മോഹമുണ്ട്, സാധിച്ചു തരുവോ? എന്റെ മൈമൂന, നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുവോ? നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുവോ? അല്ലാഹുവേ, പുതുമണവാട്ടിയുടെ ആഗ്രഹമാണല്ലോ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ പുതുമണവാട്ടിക്ക് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. സൂറത്തുൽ മുസമ്മിൽ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതുകയാണ്. മൈമൂന ലയിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആനിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാ. അവസാനം ഓതി ഇന്നലദൈനാ
അൻകാലം വജഹീമാ. ഓതേണ്ട താമസമുണ്ടല്ലോ, രണ്ടുപേരും പിടഞ്ഞു വീഴുകയാണ്. രണ്ടുപേരും പിടഞ്ഞു വീഴുകയാ. രണ്ടുപേരുടെയും കൈകാല് വിറയ്ക്കുകയാ, കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹുവേ, മൈമൂന പറയുന്നു റബിയാ, ഒരിക്കൽ കൂടെ ഓതി റബിയാ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, എന്നെ കൊണ്ട് കഴിയില്ല മൈമൂനാ, എന്റെ നാവ് പൊങ്ങൂല, ആയത്തോതാൻ എന്നെ കൊണ്ട് കഴിയൂല. മൈമൂന എന്ന സുന്ദരിയായ പെണ്ണ് പറയുന്നു, റബിയ, സ്വർഗത്തിലെ ഭാര്യയാണ് റബിയ, ഞാൻ നിന്റെ സ്വർഗത്തിലെ ഭാര്യ, എനിക്ക് വേണ്ടി ഖുർആനിലെ ഒരായത്തോതുവോ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ, മരണത്തിന്റെ വക്കിലെ രോഗങ്ങളുമായി കഴിഞ്ഞിട്ട് പോലും ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഹൃദയത്തിൽ ഇറങ്ങട്ടെ. ആ സുന്ദരിയായ പെണ്ണ് കാണാമെന്ന് ചെറുപ്പക്കാരനോട് യാചിക്കുകയാ. ഞാൻ നിന്റെ സ്വർഗത്തിലെ ഭാര്യയാണ്, ഞാൻ നിന്റെ സ്വർഗത്തിലെ ഭാര്യയാണ്, ഒരിക്കൽ കൂടെ ആയത്തൊന്ന് ഓതു റബിയ. പടച്ചവരെ, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ഇന്നലെ ദൈനാ അനുകാലം വജഹീമാ وطعاما ذا غصة وعذابا أليما. പിന്നെ എഴുന്നേറ്റില്ല പെങ്ങന്മാരെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിക്കഴിഞ്ഞപ്പോ പിന്നെ മൈമൂന എഴുന്നേറ്റില്ല. വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാറ്റിൽ കൊണ്ടുപോയി കബറടക്കിയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിക്കടാ പൊന്നുപോരെ. ഒരുപാട് കാലം ജീവിക്കണമെന്നില്ല, ഒരുപാട് കാലം ജീവിക്കണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, മഹാനായ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ 30-ാമത്തെ വയസ്സിലാടാ മുസ്ലിമായത്. 36-ാമത്തെ വയസ്സിൽ വഫാത്തായി പോരെ. 6 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. നിന്നെ പോലെ 30-ഉം 40-ഉം 50-ഉം കൊല്ലം ജീവിച്ചില്ല. 6 കൊല്ലമാ മുസ്ലിമായി ജീവിച്ചത്. ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയടാ പോരേ. അതാണ് ആ ജീവിതമെന്ന് പറഞ്ഞ 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയടാ. അല്ലാഹുവേ, മണൽത്തരികൾ പോലെ, വൃക്ഷങ്ങൾ പോലെ കടന്നുപോയി ചെറുപ്പക്കാരാ. ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ചുമന്നു കൊണ്ടുപോയ മലക്കുകൾ, ചുമന്നു കൊണ്ടുപോയ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ല നബിയേ. റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 6 കൊല്ലമേ ജീവിച്ചുള്ളൂ. ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോകുമ്പോ പ്രവാചകൻ പറഞ്ഞു, സഹാബാ, ചുമക്കുന്നത് മലക്കുകളാണ് സഹാബാ, മലക്കുകളാണ് മയ്യത്ത് ചുമന്നത്. റസൂലുള്ള തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. എന്തേ നബിയേ, സ്ഥലമില്ല സഹാബാ, സ്ഥലമില്ല സഹാബാ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സഹാബാ, എനിക്ക് നടക്കാ സ്ഥലമില്ല സഹാബാ. എന്തിനാടാ അല്ല കൊടുത്തത്? ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം ഖുർആനിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാ. മോനെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇന്നും മദീനയിലെ ജന്നത്തുൽ ബഖീൽ പോകുമ്പോൾ കാണാവടാ, ജന്നത്തുൽ ബഖീയുടെ മധ്യസ്ഥാനത്ത് നെഞ്ചു വിരിച്ച് കിടക്കുന്ന ഉസ്മാൻ തങ്ങളെ. വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് കൊല്ലുന്നതിന് വേണ്ടി കടന്നു വരുന്നത്. ഉസ്മാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ മുന്നിൽ നിന്ന് തടയുകയാണ്. അവര് കൈവെട്ടി മുറിച്ചു, കാല് വെട്ടി മുറിച്ചു. ഉസ്മാൻ തങ്ങളുടെ ഭാര്യ
തലമുടിയുടെ മുടിയിൽ പിടിച്ച് വലിച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ശത്രുക്കൾ മുഴുവനും തന്റെ ചുറ്റുഭാഗത്ത് കൂടി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെറുപ്പക്കാരാ. എടാ വിട്ടില്ലടാ പൊന്നുമാരെ, കടാര കുത്തിയിറക്കിയിട്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഉസ്മാൻ തങ്ങൾ തന്റെ കയ്യിലിരുന്ന ഖുർആൻ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ചടാ. മരണത്തോട് മല്ലടിക്കുമ്പോഴും ഖുർആൻ താഴെ വെച്ചില്ല. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുകളിൽ വീഴുകയാ. ഓതിക്കൊണ്ടിരുന്ന ഖുർആനിന്റെ മുകളിലേക്ക് ഉസ്മാൻ തങ്ങളുടെ ചൂട് രക്തം ഇങ്ങനെ വീഴുകയാണ്. ഉസ്മാൻ തങ്ങൾ നോക്കി, എവിടെയാണ് തന്റെ രക്തം വീണത്? ഏതായത്തിന്റെ മുകളിലാണ് വീണത്? ചെറുപ്പക്കാരാ, നെഞ്ചത്തോട് ചേർത്ത് പിടിക്കടാ പൊന്നുപോരെ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, പ്രായം കുറെ ആയില്ലേ വാപ്പ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലോ. എന്തേ ചിന്തിക്കാത്തത്? എന്തേ മനസ്സിലാക്കാത്തത്? എന്തേ നന്നാകാത്തത്? 40 കഴിഞ്ഞ ഇരട്ടിയല്ലേ ശിക്ഷ? 40 വയസ്സ് കഴിഞ്ഞ ഇരട്ടിയല്ലേ ശിക്ഷ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനായ ദാരിസ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. കടന്നു ചെന്നു. കൂട്ടുകാരൻ മരണത്തിന്റെ വേളയിൽ കിടന്ന് കരയുകയാണ്. അവിടെന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? മരണത്തെ പേടിച്ചിട്ടാണോ? മരണത്തെ പേടിച്ചിട്ടാണോ? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ കൂട്ടുകാരാ? ഞാൻ മരിച്ചു കഴിഞ്ഞ ഈ കാണുന്ന പായന്റെ കബറിന്റെ അകത്ത് വെക്കടേ. കൂട്ടുകാരനോട് പറയുകയാ, മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ ദാരിസ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞ ഈ കീറിപ്പറഞ്ഞ പായന്റെ കബറിന്റെ അകത്ത് വെക്കടേ. എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, കൂട്ടുകാരാ, ഈ പായിക്കകത്തിരുന്നാ ഞാൻ നിസ്കരിച്ചത്. ഈ പായിക്കകത്തിരുന്നാണ് ഞാൻ ഇത്രയും കാലം നിസ്കരിച്ചത്. ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? നാളെ മുതൽ എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. നിസ്കരിക്കുമ്പോ കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, നിസ്കരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. നാളെ മുതൽ എനിക്കിനി നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, ആനന്ദം എനിക്ക് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ ഈ പായിക്കകത്താണ് നിസ്കരിച്ചത്. അതുകൊണ്ട് എന്റെ കബറിന്റെ അകത്ത് ഈ പാവക്കട്. എന്നിട്ട് കൂട്ടുകാരനോട് പറയുകയാണ്, ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടുകൂടി വേണമെന്ന കഫൻ പൊതിയാ. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടുകൂടി വേണമെന്ന കഫൻ പൊതിയാ. കാരണം എന്തെന്നറിയുവോ എന്റെ ഉപ്പമാരേ? അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? 8000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയപ്പോൾ ഞാൻ ധരിച്ചിരുന്ന വസ്ത്രമാ. 114 സൂറത്തുകള് 8000 പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ ഓതിയത് ഈ വസ്ത്രവും ധരിച്ചിട്ടാണ്. എന്റെ കണ്ണുനീര് വീണ വസ്ത്രമോ, എന്റെ കണ്ണീര് വീണ വസ്ത്രമോ. അതുകൊണ്ട് എന്റെ കഫം പൊതിയുമ്പോ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടുകൂടി വേണമെന്ന കഫം പൊതിയാ. മാനവരകൾ അവസാനമായി പറഞ്ഞതെന്തെന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞ ഈ വീടിന്റെ അകത്ത് ആ സഞ്ചിക്കത്തിരിക്കുന്ന ഗോതമ്പുണ്ടല്ലോ, ആ സഞ്ചിക്കകത്തിരിക്കുന്ന ഗോതമ്പുണ്ടല്ലോ, അതേതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കട്, അതേതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കട്. കാരണം എന്റെതെന്ന് പറയാൻ അതല്ലാതെ ഈ ദുനിയാവിലൊന്നുമില്ല. അതും കൂടെ സദക്ക കൊടുക്കടേ എന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളും നമസ്കാരം കഴിഞ്ഞിട്ട് അവസാനം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്റുകൾ പറഞ്ഞിട്ട് പിന്നെ പറയുമല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹ് പറയുമല്ലോ, ഇങ്ങനെ കൈകൊണ്ട് 10 പ്രാവശ്യം എണ്ണുമല്ലോ. മഹാനവറുകളെ കേറിക്കിടന്നു, മഹാനവറുകളെ കേറിക്കിടന്നു. അല്ലാ, ഇങ്ങനെ എണ്ണിയടാ ചെറുപ്പക്കാരാ, വാപ്പമാരേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ അതാ കൈകൊണ്ടിങ്ങനെ എണ്ണം പിടിക്കുകയാണ്. അവസാനം 10ാമത്തെ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് കണ്ണടിച്ചു വാപ്പാ. അവിടത്തെ കണ്ണങ്ങടഞ്ഞു പോയി. മരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കൊതി തോന്നാറില്ലേ? പലരുടെയും ജനാസ കാണുമ്പോ കൊതി തോന്നാറില്ലേ? പടച്ചവനെ, സമസ്ത എന്ന പടവൃക്ഷത്തിന്റെ പണ്ഡിതന്മാർ കൊതി തോന്നിയിട്ടുണ്ട് ചെറുപ്പക്കാരോ. അവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോ ശംസുലുലമയെ കുറിച്ച്, കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച്, ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച്, കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് അല്ലാഹുവേ പറയുമ്പോ 1000 നാവാ പൊന്നുപോരെ. എന്തൊരു മരണമായിരുന്നടാ ചെറുപ്പക്കാരാ. എത്ര പ്രാവശ്യമാ മയ്യത്ത് നിസ്കരിച്ചത്? നിസ്കാരം അല്ലാഹുവേ ഇനി നിസ്കരിക്കുന്നില്ല. ജനാസ കബറടക്കണമെന്ന് പറയുമ്പോ അല്ലാ, പോകുന്ന സമയത്ത് അവസാന സുബഹിയുടെ ഭാഗിന്റെ ജവാബ് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ അതിന്റെ ജവാബ് പറഞ്ഞിട്ട് കണ്ണടച്ച മഹാര പറക്കാൻ കഴിയോ? പടച്ചവരേ, ജീവിച്ചിരുന്ന കാലത്ത് കബറ് കുടിച്ചിട്ട് കോയക്കുട്ടി ഉസ്താദിനെ മറക്കാൻ കഴിയോ? അല്ലാഹുവേ, പുഞ്ചിരിച്ചുകൊണ്ട് കിടന്ന് ചെറുശ്ശേരി ഉസ്താദിനെ മറക്കാൻ കഴിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പോകുമ്പോ കൊതിപ്പിച്ചിട്ട് പോരവടാ പൊന്നുമോരെ. കാണാ വരുന്നവര് കൊതിക്കണമടാ. നിന്റെ മയ്യത്ത് കാണുന്ന ഓരോ മനുഷ്യരും നീ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണം. 40 പേര് പറയുന്ന, 40 പേര് നല്ലത് പറയുന്നവരും മരണം കിട്ടാ ശ്രമിക്കു ചെറുപ്പക്കാരാ. എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാ, ഉമ്മ മരിച്ചത് റമളാൻ മാസത്തിലാ എന്ന് നെളിഞ്ഞുകൊണ്ട് പറഞ്ഞു നടന്നിട്ട് നിനക്കൊന്നും കിട്ടാറില്ല. നിന്റെ ഉപ്പ വെള്ളിയാഴ്ച രാവി മരിച്ച മനുഷ്യർ സ്വർഗമുണ്ട്, നിനക്കൊന്നും കിട്ടാറില്ലോ. നിനക്കെന്തെങ്കിലും കിട്ടണമെങ്കിലോ നീയും ആ വാപ്പയുടെ മകനാകണം. വാപ്പ പോയതിനേക്കാളും നല്ലതുപോലെ, വാപ്പ പോയതിനേക്കാളും നല്ലതുപോലെ വെള്ളിയാഴ്ച രാവിലെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവരെ മുഴുവനും കേൾക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ട് കിടക്കണം ചെറുപ്പക്കാരാ. കാണാ വരുന്നവര് പറയണത് അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ, അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടോ? അവൻ ഉറങ്ങുകയാ. ജീവിച്ചിരുന്ന കാലം മുഴുവനും നിന്നെ കുറ്റം പറഞ്ഞവന് പറയണം, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. അല്ലാഹുവേ, അങ്ങനെയുള്ള മരണം തരണമല്ലോ, അങ്ങനെയുള്ള ഒരു മരണം തരണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, നീ മരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം നേടോ. നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരണോ. നിന്റെ ദാഹം മാറണോ. അതിനുള്ള വഴി പറഞ്ഞിട്ട് നമുക്ക് പിരിയാ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്തിനാ പാവങ്ങൾക്ക് വേണ്ടിയാ. എഴുന്നേറ്റോടണമെങ്കിൽ ഓടാ, കൈകെട്ടിയിരിക്കണമെങ്കിൽ കൈകെട്ടിയിരിക്കോ. ഇല്ലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയിട്ടോ. പ്രതിഫലമെന്തേ വാബുശിറൂ ബിൽ ജന്നാ. മരിക്കുന്ന സമയത്ത് കാണാമോരേ, ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലമുണ്ടല്ലോ. ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലം നീ കണ്ടട്ടെ മരിക്കൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മോനെ, നെറ്റിത്തടം വിയർക്കണം. വെള്ളിയാഴ്ച രാവിൽ നെറ്റിത്തടം വിയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ച് മുഖം പ്രകാശിക്കുന്ന രീതിയിൽ കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കിടക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു നല്ല സദക്ക എല്ലാവരും ഒന്ന് പോക്കറ്റി കയ്യട്ടെ. ഓസിന് കിട്ടൂലത്, അത് ഓസിന് കിട്ടൂലടാ.
മനസ്സറിഞ്ഞിട്ട് കാണാൻ വരുന്നവന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കടക്കാൻ ഒരു നല്ല സദഖ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മരിച്ചു കിടക്കുമ്പോൾ ചിരിക്കാൻ ആഗ്രഹമുള്ളവർ കൊടുത്തോ. ശൈത്താൻ തോളി തട്ടിട്ട് പറയാ, അളിയ അവൻ അങ്ങനൊക്കെ പറയും, കൊടുക്കല്ലടാ, അവൻ അങ്ങനല്ല അതിനപ്പുറവും പറയും, നീ കൊടുക്കണ്ട അളിയ, ചിരിച്ചോണ്ടല്ലടാ കിടക്കേണ്ടത്, വേറെ രീതിയിലാണ് അളി ഇങ്ങനെ പറഞ്ഞു തരും നിന്റെ അടുത്ത് നിന്നിട്ട് ശൈത്താൻ. അല്ലാഹുവേ, അവൻ കരയുന്നത് കണ്ടിട്ട് മരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. ഉറക്കെ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവേ, ശൈത്താൻ കരയുന്നത് കണ്ടിട്ട് മരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. ആമീൻ പറയാൻ പലർക്കും മടിയാ. എൻ്റെ പൊന്നു സിറാജ് ഉസ്താദെ, അവൻ എൻ്റെ കൂടപ്പറപ്പാ, അവൻ കരയുന്നത് എങ്ങനെയല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മരിക്കുമ്പോൾ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ശൈത്താൻ കരയുന്നത് കണ്ടിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതിനെന്നറിയോ, ഇവൻ വരും, നമ്മുടെ വാപ്പാടെയും ഉമ്മാടെയും രൂപത്തിൽ ഇവൻ അടുത്ത് വന്നിട്ട് പറയും, കുടിക്കാൻ വെള്ളം തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയരുത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയരുത്. എടാ നീ പോടാ ശപിച്ചവനെ, എടാ ശപിക്കപ്പെട്ടവനെ പോടാ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുമ്പോൾ ഇവൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കുന്നത് കാണുമ്പോൾ ഇവൻ കരയും. അല്ലാഹുവേ, ഞാൻ ഇവന്റെ മുന്നിൽ തോറ്റുപോയല്ലോ പടച്ചവനെ. അല്ലാഹുവിനോട് ഇവൻ വെല്ലുവിളിച്ചു, അല്ലാഹുവിനോട് ഇവൻ തർക്കിച്ചു. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമകളെ മുഴുവനും പഴപ്പിക്കും. അല്ല പറഞ്ഞു, ഇല്ലടാ, എനിക്ക് ചില ദാസന്മാരുണ്ട്, നീ അവന്റെ മുന്നിൽ തോറ്റുപോകും. അല്ല പറഞ്ഞു, നീ എന്തൊക്കെ ചെയ്താലും എനിക്ക് ചില അടിമകളുണ്ട്, അവരുടെ മുന്നിൽ തോറ്റുപോകും. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് നമ്മൾ മരിക്കുന്നത് കാണുമ്പോൾ ശൈത്താൻ കരയും, നെഞ്ചു പൊട്ടികെട്ട് കരയും. ഞാൻ ഇവന്റെ മുന്നിൽ തോറ്റുപോയല്ലോ എന്ന് ഓർത്തിട്ട് അല്ലാഹുവേ, അവനെ കരയിപ്പിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ഉറക്കെ അല്ലാഹു, അവനെ കരയിപ്പിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ യഥാർത്ഥ അടിമകളിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം ഇപ്പം തന്നെ 11 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞു. ഇപ്പം 11:30 എൻ്റെ വാച്ച് കറക്റ്റായിട്ട് ഓടുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ വാച്ചിലിപ്പോൾ 9:15 ആയതേ ഉള്ളൂ. എന്തോ പറ്റിയോ, അതിൻ്റെ സമയം തെറ്റിയെന്ന് തോന്നുന്നു, അതിൻ്റെ സമയം അടുത്തെന്ന് തോന്നുന്നതുകൊണ്ട് ഇൻഷാ അല്ലാ 11:30 ഇൻഷാ അല്ലാ നിങ്ങളെ ഞാൻ ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഖത്ത് കണ്ട ഈ പുഞ്ചിരി അള്ളാഹു മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, എനിക്ക് SKSF-ന്റെ ചുണക്കുട്ടികളായ സമസ്തയുടെ ചെറുപ്പക്കാരോട് പറയുന്നത്, മോനെ, നമുക്ക് തമ്മിലടിക്കാൻ സമയമില്ല. ആരെയും കളിയാക്കാനും പരിഹസിക്കാനും ആരെയും ചീത്ത വിളിക്കാനൊന്നും നമുക്ക് സമയമില്ല. നമ്മുടെ ഉസ്താദന്മാരതൊന്നും കാണിച്ചു തന്നിട്ടില്ല. നമ്മുടെ ഉസ്താദന്മാർ ആരെയും ചീത്ത വിളിക്കാൻ, തല്ലിയ കൊള്ളലല്ലാതെ തിരിച്ചു പറയാൻ ആരും ഒന്നും പറയണില്ല. ഒരാളെയും ചീത്ത വിളിക്കരുത്, ഒരാളെയും കുറ്റപ്പെടുത്തരുത്, ഒന്നിനും നിൽക്കണ്ട. നമ്മുടെ വഴി, നമ്മുടെ ജീവിതം കാണുമ്പോൾ നമ്മളിലേക്ക് ആൾക്കാരെടുക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചീത്തവിളികളും കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ അതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, അതൊക്കെ ഒരു ഉത്തേജകമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോത്സാഹനമായി കണ്ടുകൊണ്ടു, അല്ലാതെ വെറുതെ മറ്റുള്ള സംഘാടകർ പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾക്ക് സങ്കടമുണ്ട് പല കാര്യങ്ങളും, അതൊക്കെ അവരുടെ സങ്കടങ്ങൾ മാത്രമാക്കുക, എന്നിട്ട് എല്ലാവരുടെ മുന്നിലും അഭിമാനത്തോടു കൂടി പോരാടി ജീവിച്ച് കാണിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരെയും കുറ്റപ്പെടുത്തണ്ട, ആരുടെ കാര്യത്തിലും ഇടപെടണ്ട. നല്ല നിലയിൽ എൻ്റെ പ്രവർത്തകരോട്, നമുക്കതിനൊന്നും സമയമില്ല, നമുക്കതിനൊന്നും സമയമില്ല. അള്ളാഹു ഈ ഉമ്മത്തിന് ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരമനുഷ്യന്മാർ, അള്ളാഹു ഈ ഉമ്മത്തിന് ഐക്യം നൽകുമാറാകട്ടെ. തമ്മിലടിച്ചും വഴക്കുണ്ടാക്കി നമുക്ക് പിരിഞ്ഞിക്കാൻ സമയമില്ല, എല്ലാവരും ഒരുമിക്കാൻ സമയമായി. അള്ളാഹു ഈ ഉമ്മത്തിനെ ഒരുമിപ്പിക്കുമാറാകട്ടെ. കാരണം ഒരുമിച്ചേ പറ്റൂ, വേറെ വഴിയില്ല ഉമ്മത്തിന്. കാരണം ലോകത്തിന്റെ അവസാനം അടുത്ത് വരുമ്പോൾ, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കുട്ടികളൊക്കെ വല്ലാതെ ചിന്തിക്കുന്നവരെ, ചങ്ങനാശ്ശേരിയുടെ അടുത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു പള്ളി കിട്ടുന്ന, ഒരു ക്രിസ്ത്യാനിയുടെ പള്ളികൾ ഇങ്ങനെ കിട്ടുക. ഇപ്പം ആരോ പറഞ്ഞു കോടിക്കണക്കിന് രൂപ, 3 കോടിയോ 4 കോടി രൂപയുടെ പള്ളിയാണ് കിട്ടുന്നത്. ആരോ പറഞ്ഞു 3-4 കോടി രൂപയുടെ പള്ളിയാണ് കിട്ടുന്ന പറഞ്ഞപ്പോൾ കൂടെ വന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, കേട്ടട്ടെ ഉസ്താദെ, കുഴപ്പമൊന്നുമില്ല,
കെട്ടട്ടെ, എല്ലാം നമ്മുടെ കയ്യിൽ വരാനുള്ളതല്ലേ? ആ ഒരു ചെറിയ കുട്ടിയുടെ അഭിപ്രായമാണ്, കെട്ടട്ടെ ഉസ്താദ്, എല്ലാം നമ്മുടെ കയ്യിൽ വരാനുള്ളതല്ലേ. ഞാനപ്പോൾ അവനോട് ചോദിച്ചു, എന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ വരൂല്ലേ? അവന്റെ ദീർഘവീക്ഷണം അതായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഐക്യം എന്നാൽ ഇപ്പം അത്യാവശ്യമാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമയോടെ സ്നേഹത്തോടു കൂടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുക. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എഴുന്നേറ്റ് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ മുഖം എനിക്കും കാണാം, എൻ്റെ മുഖം നിങ്ങൾക്കും കാണാം. ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റെടുത്തേക്ക് വാ. ഇൻഷാ അല്ലാഹ് നമുക്ക് 3 കാര്യങ്ങൾ പഠിച്ചിട്ട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് പുറത്ത് നിൽക്കുന്നവരൊക്കെ അകത്തോട്ട് കയറിക്കോ, സമയമില്ല. എല്ലാവരും അകത്തേക്ക് കയറി, സമയമില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും കയറി ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് വാ, ദുആ ചെയ്യാ. പകരക്ക് എന്തിനാ പെട്ടെന്ന് വാ. ഇതാപ്പാ പുറത്തിറങ്ങി ഓടുന്നവർ ഓടിക്കുക, കുഴപ്പമില്ല, പൊക്കോട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കല്ലേ അപ്പാ, അങ്ങോട്ട് കേട്ടോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഹജ്ജിന് പോകണം ആഗ്രഹമുള്ളവർ കൈവെക്കുക. ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ളവർ അൽഹംദുലില്ലാഹ്, അള്ളാഹു അവിടെ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രമൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മഹുല്ലാഹ് ഒരിക്കൽ കഅബാലയത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഈ വർഷം ഹജ്ജിന് വന്ന ഒരു മനുഷ്യന്റെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ല. പക്ഷേ ഹജ്ജിന് വരാത്ത ഒരു മനുഷ്യന്റെ ഒരു നന്മ കാരണം അല്ലാഹു എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിച്ചു. ഇതായിരുന്നു സ്വപ്നം. മഹാനവറുകൾ, അള്ളാഹുവെ, ആരാ ഈ മനുഷ്യനാരാ, എന്ത് സൽക്കർമ്മം അറിയണം? മഹാനായ അബ്ദുല്ലാഹുൽ മുബാറക് റഹ്മഹുല്ലാഹി ഈ മനുഷ്യനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അവസാനം സ്വപ്നത്തിൽ കണ്ട നാട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു ചെരുപ്പുകുത്തിയായ മനുഷ്യനാ. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് ഹജ്ജിന് പോകണം. ഇതാ, താൻ ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന തുച്ഛമായ പൈസയിൽ നിന്നൊരൽപ്പം മാറ്റിവെക്കും. എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് ഈ മനുഷ്യൻ മാറ്റിവെക്കുക. അല്ലാഹുവേ, പടച്ചവനെ, അവസാനം വെച്ച് ഹജ്ജിന് പോകാൻ സമയമായി. തൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്ത് ഭാര്യ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു, ഒന്നും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം പൈസ ഇല്ല. അവസാനം ഈ മനുഷ്യനോട് തൻ്റെ ഭാര്യ കുറേ കാലമായിട്ട് പറയുന്നു, എനിക്കിത്തിരി ഇറച്ചി കഴിക്കണം, ഈ സ്വാദ് വാങ്ങിച്ചു കൊടുക്കുന്നില്ല, കയ്യിൽ കാശില്ല. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഭാര്യ പൂർണ്ണ ഗർഭിണിയായി ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുന്ന ഭർത്താവ് ഒരിക്കൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു ഭർത്താവിനോട്, നിങ്ങൾ എന്തായാലും എനിക്ക് ഇറച്ചി വാങ്ങി തരൂല എങ്കിൽ നമ്മുടെ വീടിൻ്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയാണ്, അതിൻ്റെ വാസന എനിക്ക് അടിക്കുന്നു. അതുകൊണ്ട് ആ വീട്ടിലെങ്കിലും ചെന്നിട്ട് നിങ്ങൾ ഇത്തിരി ഇറച്ചിയുടെ കറി വാങ്ങിയിട്ട് വാ. തൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവസാനം ആ സാധുവായ മനുഷ്യൻ തൻ്റെ അയൽവാസിയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, എനിക്കൊരൽപ്പം, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അവൾക്കൊരൽപ്പം ഇറച്ചിക്കറി കഴിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്, എനിക്ക് വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങളൊരൽപ്പം ഇറച്ചിക്കറി തരുമോ? ആ പെണ്ണ് പറഞ്ഞു തരൂല. മഹാനവർ അവിടെ നിന്ന് പറയുന്നു, ചെരുപ്പുകുത്തിയായ മനുഷ്യൻ ചോദിച്ചു പത്രേ, ഇറച്ചി തരാൻ വൈകിൽ വേണ്ട, ഒരൽപ്പം ചാറ് തന്നാ മതി. ഇറച്ചി തരേണ്ട, ഒരൽപ്പം ചാറെങ്കിലും. ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ചാറും തരൂല. അവസാനം ഈ മനുഷ്യൻ ചോദിച്ചു, എന്തേ നിങ്ങൾ തരാത്തെ? അവസാനം ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്കിത് കഴിക്കാൻ ഹറാമാണ്, നിങ്ങൾക്കിത് കഴിക്കാൻ കഴിയില്ല. ആ സമയത്ത് ആ പെണ്ണിനോട് ചോദിച്ചു, നമ്മൾ രണ്ടുപേരും മുസ്ലിമീങ്ങളാ, നിങ്ങൾക്ക് കഴിക്കാമെങ്കിൽ എനിക്കും ഇത് കഴിക്കാമല്ലോ. പെണ്ണ് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് കഴിക്കൂല. കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ 2 മക്കളും യതീമാ, എനിക്ക് ഭർത്താവില്ല, ഞങ്ങൾക്ക് ചെലവിന് തരാൻ ആരുമില്ല, എൻ്റെ മക്കൾ കുറെ കാലമായിട്ട് ഇറച്ചി വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കുക, വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. ഇന്ന് ഞാൻ ഇന്ന് മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു, ഞാൻ അതിൻ്റെ ശരീരത്തിൽ നിന്ന് അല്പം ഇറച്ചി എടുത്തുകൊണ്ട് വന്നു, എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി കറി വെച്ചിരിക്കുകയാ, അതാണ് നിങ്ങൾക്ക് തരാത്തതെന്ന് പറയുമ്പോൾ ആ ചെരുപ്പുകുത്തിയായ മനുഷ്യൻ നിറകണ്ണുകളോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ പെണ്ണിന്റെ വീടിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു.
കൊല്ലങ്ങളായിട്ട് ഹജ്ജിന് പോകാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന പണമെടുത്തുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഗർഭിണിയായ ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, എവിടെ കൊണ്ടുപോകുന്നു? എൻ്റെ അയൽവാസിക്ക് കൊടുക്കാനാ. ഭാര്യ ചോദിച്ചു, എത്രയോ കൊല്ലം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതാ, നിങ്ങൾ ഹജ്ജിന് പോകാൻ വേണ്ടി വെച്ചിരുന്ന പൈസയല്ലേ, ഇതെന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറഞ്ഞുവത്രേ, എൻ്റെ വീടിന്റെ ചാരത്ത് യതീമായ 2 മക്കൾ കോവർ കഴുതയുടെ ഇറച്ചി തിന്നുന്നൊരവസ്ഥയിൽ എത്തിയിരിക്കുക. ഈ സമയത്ത് ഞാൻ അവരെ സഹായിക്കാതെ അള്ളാന്റെ കഅബാലയത്തിൽ പോയിട്ട് കാര്യമില്ല. ഞാൻ ഹജ്ജിന് പോകുന്നതിനേക്കാളും മഹത്വം ഈ പാവപ്പെട്ട കുടുംബത്തിനൊരു താങ്ങാവുക, ഒരു സഹായം ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ഹജ്ജ്. അള്ളാഹുവേ, ആ സഹോദരൻ അവസാനം ആ പണം കൊണ്ട് കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ആ ഒരു നന്മയുടെ പേരിലാണ് അള്ളാഹു ആ കൊല്ലത്തെ സർവ്വ ഹാജിമാരുടെയും ഹജ്ജ് സ്വീകരിച്ചത് എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 പാവപ്പെട്ട കുടുംബത്തിന്, 2 പാവപ്പെട്ട രോഗികളായി കഴിയുന്ന ആരാരും സഹായിക്കാനില്ലാത്ത 2 കുടുംബത്തിന് 10,000 രൂപ വെച്ച് ഇവിടെ വെച്ച് സഹായം കൊടുക്കുന്നത് ഞാനും നിങ്ങളും കണ്ടതാ. അള്ളാഹു അത് ജാരിയായ സദക്കയായി സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഒരു 2 കുടുംബം കൂടെയുണ്ട്, ഒരു 2 കുടുംബം കൂടെയുണ്ട്. ആ 2 കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കാൻ നിങ്ങളാൽ കൂടുന്ന സഹായം ചെയ്ത അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അള്ളാഹുവിൻ്റെ കഅബാലയത്തിൻ്റെ മുറ്റത്ത് ചെന്നിട്ട് അള്ളാഹിൻ്റെ കഅബ കണ്ടുകൊണ്ട് നിസ്കരിക്കണ്ടേ വാപ്പ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് നിനക്കൊന്ന് ചുംബിക്കണ്ടേ? കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണ്ടേ? ഹിജ്റ ഇസ്മായിലിനകത്ത് കയറി നിസ്കരിക്കണ്ടേ? മഖാമു ഇബ്രാഹീമിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കണ്ടേ? സംസം വെള്ളം നിന്റെ കൈകൊണ്ട് നിനക്ക് കോരി കുടിക്കണ്ടേ? അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ സദക്ക നിങ്ങളാൽ കഴിയുന്നത് ഇപ്പൊ കൊടുക്കണ്ട. നിങ്ങൾ ഈ സംഘാടകരുടെ കയ്യിൽ അൽഹംദുലില്ലാ നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കണം. ആ പാവപ്പെട്ട കുടുംബത്തിന് കൊടുക്കാൻ അള്ളാഹു അർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, നിങ്ങൾ തരുവോ തരില്ലേ എനിക്കറിയില്ല. പിന്നെയും നാണമില്ലാതെ ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ പോകുമ്പോൾ അല്ല എന്നോട് ചോദിക്കും, നിന്നോട് ചോദിക്കാനല്ലേ പറഞ്ഞുള്ളൂ, കൊടുപ്പിക്കുന്നവൻ ഞാനല്ലേ, എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് ചോദിച്ചാൽ പറയാൻ എനിക്ക് മറുപടി ഉണ്ടാകില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ എനിക്ക് രക്ഷപ്പെടണം. അള്ളാഹു തോന്നൽ തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് കൊടുക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്നുമില്ല, 1000 രൂപ, കൂടുതലൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് 1000 രൂപ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, അതാ ഒരു വാപ്പ കൈവക്കി. ഇൻഷാ അല്ലാഹ് 2ആയി, 3ആയി, 4ആയി, 5ആയി, 6ആയി, 7 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. 7 കുലൂ തക്ബീർ, 8 ഇൻഷാ അല്ലാഹ്. 9, 10, ഇനി 10, 11, എനിക്ക് 20 പേര് വേണം, അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. 12, ഇനി 13ാമത്തെ അടിമ, 13 അൽഹംദുലില്ലാ. 14ാമത്തെ അടിമ, 14ാമത്തെ അടിമ ഇൻഷാ അല്ലാഹ്. 14 കുലൂ തക്ബീർ. 15ാമത്തെ അടിമ, 15ആയി ഇൻഷാ അല്ലാഹ്. 16ാമത്തെ ആള്, 16, 4 പേര്, 16, 17, 2 പേര് കൂടെ, 18, 19, 20 കുലു, 21 കുലൂ തക്ബീർ. ഉറക്കെ കുലൂ തക്ബീർ. 21, 22ാമത്തെ അടിമ, 22ാമത്തെ അടിമ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. പന്തലിട്ട സഹോദരന് 2000 രൂപ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ 23, ഇനി 2 പേര് കൂടെ. ഒരു കുടുംബത്തിന് 5000 രൂപ വെച്ച് അൽഹംദുലില്ലാ കൊടുക്കാൻ പറ്റുന്നത്ര കൊടുക്കുക. 25 ആകുമ്പോൾ എത്ര പേർ കൊടുക്കാൻ പറ്റും? 5, 25 പേർക്ക് കൊടുക്കാൻ ഇൻഷാ അല്ലാഹ്. 23 മൈക്ക് സെറ്റുകാരൻ എന്താപ്പാ കൊടുക്കുന്നില്ലേ? മൈക്ക് സെറ്റുകാരൻ എന്താപ്പാ? ഒരാൾ നിങ്ങളിട്ട് 1000 രൂപ കേട്ടോ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആരാ? 20 ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? ഇപ്പം വേണ്ടപ്പാ, ദാ ചങ്ങാതി അൽഹംദുലില്ലാ. പിന്നെ മതിയോ? അപ്പം ഇപ്പം കൊടുക്കണമെന്നൊന്നുമില്ല. 1000 കൊണ്ട് ആരും അംബാനി ആയിട്ടില്ല. 1000 കൊണ്ട് ആരും ഇൻഷാ അല്ലാഹ്. 25 കുലൂ തക്ബീർ. ഉറക്കെ കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. 25 പേര് കുലൂ തക്ബീർ.
5 പാവപ്പെട്ടവർക്ക് 5000 രൂപ വെച്ച് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. സഹോദരിമാരില്ലേ ഇപ്പം? പെണ്ണുങ്ങളില്ലേ മൗലവി? ഉണ്ട്. ഇൻഷാ അല്ലാഹ് മൗലവി സഹോദരിമാർക്ക് ആർക്കെങ്കിലും ഹജ്ജിന് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ 1000 രൂപ ഒരു മാസത്തെ കേബിളിന്റെ പൈസ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. മരിച്ചുപോയ പിതാവിനും ഭാര്യയുടെ മാതാവിനും വേണ്ടി ഉമ്മയുടെ അസുഖം ശിഫയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ മരണപ്പെട്ടവരുടെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ പടച്ചവനെ. ഖബർ വിശാലമാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ പടച്ചവൻ. അൽഹംദുലില്ലാഹ്. ഒരു 3000 രൂപ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ 28 പേരായി. കുലൂത്ത കുബീർ ഒരു 2 പേരും കൂടെ ഉണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവനും കൂടെ 5000 കൊടുക്കാം. ആരാ? ഒരു 2 പേര്. അൽഹംദുലില്ലാഹ്. ഒരാളാ 29. ഇനി ഒരാള് 30. കുലൂത്ത കുബീർ ഇണ്ടാ? മതി 30. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. മാതാവിൻ്റെ ജ്യേഷ്ഠത്തിയുടെ ക്യാൻസർ രോഗം മാറാൻ വേണ്ടി അൽഹംദുലില്ലാഹ് നജീം എന്ന സഹോദരൻ ഈ ഓച്ചിറക്കാരനാണ്. 2000 രൂപ. അല്ലാഹുവേ രോഗം കൊടുക്കുന്നവൻ നീയാ, അത് മാറ്റാൻ നിനക്കൊരു മരുന്ന് വേണ്ട. അല്ലാഹു നീ ആ ശിഫ കൊടുക്കണേ പടച്ചവനെ. ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പം 32. കുലൂത്ത കുബീർ. സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവർക്കും 33 വയസ്സാ. ഒരാൾ ആരെങ്കിലും കൈവക്കിക്ക്. ഒരാൾ ഷാദാന്റെ ചങ്ങാതിയ, അവന് സ്വർഗത്തിൽ പോകണം. അതുകൊണ്ടാണ് ഷാദ് മതി. അൽഹംദുലില്ലാഹ്. സഹോദരിമാർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുത്തോളി. ഞാൻ ദുആ ചെയ്യാൻ പോവാൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പേരൊന്നും എഴുതിയെടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് കൊണ്ടുവന്ന് കൊടുക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ്. വാപ്പമാരൊക്കെ എഴുന്നേറ്റ്. ആരും ഇരിക്കണ്ട. എഴുന്നേറ്റ് വാപ്പ. എല്ലാവരും എഴുന്നേറ്റോ. ഉസ്താദെ വയ്യ ഉസ്താദെ ഒന്ന് പറയരുത്. കാരണം 500 1000 മാറാൻ ഈ പറഞ്ഞ ഒരു രോഗവും കണ്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ബാങ്കിൻ്റെ മുന്നിൽ പോയി നിന്നപ്പോൾ ഈ പറഞ്ഞ ഒരു അസുഖവും ആർക്കും കണ്ടില്ല. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റെടുത്തേക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്. എന്താ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇത് വായിക്കാനുള്ള മരണപ്പെട്ടു പോയ മാതാവിനും ക്യാൻസർ രോഗിയായ മാതാവിൻ്റെ ജ്യേഷ്ഠന് വേണ്ടി ദുആ ചെയ്യാൻ. ഷുഗർ കൂടുതലാണ്, ദുആ ചെയ്യാൻ. മാതാവിൻ്റെ ഇതൊക്കെ തന്നെ. നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ആരോടാ പറയണ്ടേ? എല്ലാവരും ദുആ ചെയ്യാൻ എഴുതി തരുന്നു. ഞാനും പല പ്രയാസങ്ങൾക്കാണ്. അപ്പോൾ അതാരോട് പറയാ? കേൾക്കാൻ ഏറ്റവും അർഹൻ അല്ലാഹ്. അള്ളാഹോട് തന്നെ പറയാം. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമാറാകട്ടെ. ഏതെങ്കിലും പെണ്ണുങ്ങൾ തന്നോ? ഇപ്പോൾ ഒരാളെങ്കിലും 1000 രൂപ തന്നിട്ടുണ്ടോ? നോക്കിയേ. തന്നിട്ടില്ല. പോകുമ്പോൾ കൊണ്ടുപോട്ടെ എല്ലാവരും. ഞാൻ പറയാൻ എല്ലാം പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി. പെണ്ണുങ്ങളെ നിർബന്ധിക്കാത്ത എന്താണെന്നറിയാവോ? സിറാജ് ഉസ്താദെ പ്രസവത്തിന് മരണവേദനയാണ്. എനിക്കറിയത്തില്ല, ഞാൻ പ്രസവിച്ചിട്ടുമില്ല. ഇവർ പറയും പ്രസവത്തിന് മരണവേദനയാണ്. ഈ വേദന പോലും ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ഒരു വേദന വരാനുണ്ട്. അപ്പം എന്ത് ചെയ്യാനാ? അനുഭവിച്ച ഇവരുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ബാക്കി പറഞ്ഞിട്ട് കാര്യമുണ്ട്. അടാ അനുഭവിച്ച് ഇതുപോലും താങ്ങാൻ പറ്റിയില്ലെങ്കിൽ 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽ മൗത്ത് വരുന്നൊരു ദിവസമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ആർക്കെങ്കിലും കൊടുത്തിട്ട് സ്വർഗം കണ്ടിട്ട് പോകണമെങ്കിൽ അവരവരുടെ ഇഷ്ടം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ 3 കാര്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് ജിബ്രീലിനെ കണ്ടിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒളുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീലു വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒളുവോടുകൂടി മരിക്കുന്ന മനുഷ്യന്റെ ജനാസ, ഒളുവോടുകൂടി മരിക്കുന്ന മനുഷ്യന്റെ മയ്യത്ത് അവിടെ നിന്ന് റൂഹ് പിടിക്കുമ്പോൾ ജിബ്രീലിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഹദീസിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒളുവോടുകൂടി വേണം മരിക്കാൻ. അതുകൊണ്ട് ആ രോഗം പിടിച്ച് കിടക്കുന്നവരെ ഒളുവെടുപ്പിക്കുന്നത്, രോഗം പിടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യനെ ഒളുവെടുപ്പിക്കുന്നത്, എപ്പോഴും ഒളുവെടുക്കുന്ന മനുഷ്യന് വലിയ പ്രതിഫലമാണ്. അത് എന്നെ അത് പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.